കാനഡ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് 2024 സെപ്റ്റംബർ 18 IRCC കാനഡയിൽ നിലവിലുള്ള സ്റ്റുഡൻസിനും സ്പൗസിനും അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന സ്റ്റുഡൻസിനും ഒക്കെ വളരെയധികം ക്രൂഷ്യൽ ആയിട്ടുള്ള കുറച്ച് അപ്ഡേറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി കാനഡ ശരിക്കും ഒരു സ്വപ്ന രാജ്യം എന്നുള്ള രീതിയിൽ മാറുക എന്നതാണ് ശരിക്കും IRCCയുടെ ഉദ്ദേശം. അപ്പം ഞാൻ ഒരുപാട് ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടാക്കുന്നില്ല. നമുക്ക് ഡയറക്റ്റ് എന്തൊക്കെയാണ് അപ്ഡേറ്റ്സ് എന്ന് പറയാം. ഇതിനു മുമ്പ് IRCC ഒരു അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, കുറേ ലിമിറ്റേഷൻസ് ഒക്കെ വെച്ച് നമ്മളെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു അപ്ഡേറ്റ്. അപ്പം അതിൻ്റെ ബാക്കിയായിട്ട് തന്നെയാണ് ഈ അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, നിലവിൽ കാനഡയിലുള്ള സ്റ്റുഡൻസിൻ്റെ സ്പൗസിന് വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്യുന്നതിനുള്ള എലിജിബിലിറ്റി, അതുപോലെ തന്നെ സ്റ്റുഡൻസ് തൻ്റെ വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള ഒരു എലിജിബിലിറ്റി അല്ല ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, പിന്നെ അതുപോലെ തന്നെ ഡോക്ടർ സ്പൗസിനും അങ്ങനെയുള്ളവർക്കും കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് ഏറ്റവും ആദ്യം പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ഒരു ക്യാപ്പ് കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളത്. അത് 4,65,000 ആയിട്ട് കുറയ്ക്കാനാണ് 2025 ടോട്ടൽ സ്റ്റുഡൻസിന് ഇന്ത്യക്ക് ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 2026 എത്തുമ്പോഴത്തേക്കിനും 4,37,000 ആക്കുക എന്നതാണ് ഉദ്ദേശം. അതായത് ഇവരുടെ മൊത്തത്തിലുള്ള ആ ഒരു ഉദ്ദേശം എന്തെന്ന് വെച്ചാൽ, ഫോറിൻ വർക്കേഴ്സ്, ടെമ്പററി ആയിട്ടുള്ള ഫോറിൻ വർക്കേഴ്സിനെ വളരെയധികം കുറയ്ക്കുക, കാനഡയിലെ എക്കണോമിയെ സപ്പോർട്ട് ചെയ്യുന്ന എംപ്ലോയീസിന്, അതായത് ലേബർ മാർക്കറ്റിൽ ഷോർട്ടേജ് ഉള്ള എംപ്ലോയീസിനെയും അതുപോലെ തന്നെ കൂടുതൽ ഇൻകം കൊണ്ടുവരാൻ സാധിക്കുന്ന തരത്തിലുള്ള ജോലികളിൽ വർക്ക് ചെയ്യുന്നവരെയും കൂടുതൽ സപ്പോർട്ട് ചെയ്യുക എന്നതാണ് ഇവരിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇനി രണ്ടാമത്തെ കാര്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്, പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യുന്നതിനുള്ള എലിജിബിലിറ്റി, അതായത് ഈ ഫോളിൽ തന്നെ അത് കുറച്ച് ലിമിറ്റേഷൻസ് കൊണ്ടുവരുന്നുണ്ട്. അതായത് ഡയറക്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അത് എന്തൊക്കെയാണെന്നുള്ളത് അടുത്ത ഒരു സെക്ഷനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഡോക്ടറൽ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പം നമ്മൾ പ്രൊഫഷണൽ ആയിട്ടുള്ള ഡോക്ടറൽ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് പഠിച്ചിരിക്കുന്ന ആൾക്കാർക്ക് നമ്മുടെ സ്പൗസിനെ സ്റ്റുഡൻറ് പീരീഡിൽ തന്നെ കൊണ്ടുവരാമെന്ന്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റുഡൻസിനെ ഇനി മുതൽ സ്പൗസിനെ കൊണ്ടുവരാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം. അതിൻ്റെ ലിങ്ക് നമ്മൾ മേളിൽ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കയറി നോക്കാവുന്നതാണ്. അപ്പം ഇപ്രാവശ്യം അവർ അതിനെ കുറച്ചും കൂടെ ക്ലാരിഫൈ ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട്, ഡോക്ടറൽ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് പ്രോഗ്രാം ചെയ്യുന്ന ആൾക്കാരുടെ കോഴ്സ് 16 months ഓർ എബോവ് ആണെങ്കിൽ മാത്രമേ അവർക്ക് സ്പൗസിനെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ടെമ്പററി ഫോറിൻ വർക്കർ, അതായത് സ്പൗസൽ ആയിട്ടുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഇപ്പോൾ സ്റ്റുഡൻസ് പെർമിറ്റ് കഴിഞ്ഞ് വർക്ക് പെർമിറ്റിലിരിക്കുമ്പം സ്പൗസിൻ്റെ വിസയ്ക്ക് അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് ലേബർ ഷോർട്ടേജ് ഉള്ള ജോലികളിലായിരിക്കണം സ്റ്റുഡൻറ്റ് വർക്ക് ചെയ്യുന്നത്, അതായത് പ്രൈമറി ആയിട്ടുള്ള ആപ്ലിക്കൻ്റ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അത് അപ്രൂവ് ചെയ്യത്തുള്ളൂ എന്നൊരു കാര്യം ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഏറ്റവും ആദ്യം പറഞ്ഞിരിക്കുന്നത്, സ്റ്റുഡൻസ് ഇനി പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റിന് എലിജിബിൾ ആവണം എന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു പഠിക്കുന്ന ആ ഒരു കോഴ്സ് നമ്മുടെ കാനഡയിൽ ലേബർ ഷോർട്ടേജ് ഉള്ള കോഴ്സുകളിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒന്നായിരിക്കണം എന്ന് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്നത് വളരെയധികം ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. അതായത് നമ്മളൊന്നും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ്. സാധാരണ ഞങ്ങളൊക്കെ സ്റ്റഡി പീരീഡ് കഴിഞ്ഞപ്പോഴേ ഡയറക്റ്റ് IRCCയുടെ വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യുമായിരുന്നു. പക്ഷേങ്കിൽ ഇനി നമുക്ക് അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. പകരം നമ്മൾ ലാംഗ്വേജ് എലിജിബിലിറ്റി നമ്മൾ മീറ്റ് ചെയ്യണം. അതായത് IELTS അല്ലെങ്കിൽ സെൽപിപ്പ് പോലുള്ള എക്സാം പാസ് ആവണം. അത് യൂണിവേഴ്സിറ്റി പഠിക്കുന്നവർക്ക് ക്ലബ് 7ഉം അതുപോലെ തന്നെ കോളേജ് ഡിഗ്രി ഉള്ളവർക്ക് ക്ലബ് 5ഉം ആണ് സ്കോർ പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് ബാക്കിയുള്ള ഇനിയുള്ള അവർ വർക്ക് പെർമിറ്റിലും അതുപോലെ തന്നെ PR ഒക്കെ ശേഷം ഇവരുടെ ബാക്കിയുള്ള ആ ഒരു നിലനിൽപ്പിനെ ലാംഗ്വേജിന്റെ ഒരു ബാരിയർ ഉണ്ടാവരുത് എന്നുള്ള രീതിയിലാണ് അവർ ആ ഒരു പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മുടെ മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്, ഇത്രയും നാള് കനഡിയൻസിന് ഈ റോളുകൾ ഫില്ല് ചെയ്യാനായിട്ട് പറ്റുന്നില്ലായിരുന്നു, അതിനുള്ള കനഡിയൻസ് ഇല്ലായിരുന്നു, അല്ലെങ്കിൽ അവരൊക്കെ അതിന് എലിജിബിൾ അല്ലായിരുന്നു എന്നുള്ള കാരണത്താലായിരുന്നു കൂടുതൽ ഫോറിൻ വർക്കേഴ്സിനെ കാനഡ അട്രാക്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരുപാട് കനഡിയൻസ് തന്നെ ജോലി ഇല്ലാതെ അല്ലെങ്കിൽ ഈ പൊസിഷൻസ് ഫില്ല് ചെയ്യാനായിട്ട് എലിജിബിൾ ആയിട്ട് നിൽപ്പുണ്ട്. അതുകൊണ്ടാണ് ഇവർ ടെമ്പററി ഫോറിൻ വർക്കേഴ്സിനെ ലിമിറ്റ് ചെയ്യുക എന്നാണ് മിനിസ്റ്റർ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം. പിന്നെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്, മാസ്റ്റേഴ്സും അതുപോലെ തന്നെ ഡോക്ടറൽ ഡിഗ്രിയും ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർക്ക് നിലവിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴും പ്രശ്നങ്ങളുണ്ട് എന്നല്ല, എന്നാലും അവർക്ക്
ഇപ്പോഴത്തെ സാധാരണ സ്റ്റുഡൻസ് കൊടുക്കുന്നത് പോലെ തന്നെ പ്രൊവിൻഷ്യൽ അറ്റസ്റ്റേഷൻ ലെറ്ററും ഇനി തൊട്ട് സബ്മിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ അവർക്കറിയാം ഈ സ്റ്റുഡൻസ്, അതായത് ഡോക്ടറൽ ഡിഗ്രി അതുപോലെ തന്നെ മാസ്റ്റേഴ്സും ചെയ്യുന്ന ആൾക്കാർ കാനഡയുടെ എക്കണോമിക്ക് വളരെയധികം ഗുണകരമാണ് ഉള്ളത് കൊണ്ട് തന്നെ ഈ മൊത്തം സ്റ്റുഡൻസിന്റെ ശതമാനത്തിൽ നിന്ന് 12% ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി മാത്രം മാറ്റി വെച്ചിട്ടുണ്ട്. അത് വളരെയധികം ഒരു നല്ലൊരു കാര്യമാണ്. ഇനി നമ്മുടെ നാട്ടിൽ നിന്ന് കാനഡയിലേക്ക് വരാനായിട്ട് അത്രയധികം ആഗ്രഹിക്കുന്ന ആൾക്കാർ ഡോക്ടറൽ ഡിഗ്രി അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് പോലുള്ള എടുക്കുകയാണെങ്കിൽ നമുക്ക് സ്പൗസ് ഒക്കെ ഉള്ളവർക്ക് വേഗം കൊണ്ടുവരാൻ പറ്റും. കാരണം മറ്റുള്ള പ്രോഗ്രാംസ് കുറച്ചിപ്പം ടഫായി വന്നുകൊണ്ടിരിക്കുകയാണ്. ജോലി കിട്ടുന്നതിനും അതുപോലെ തന്നെ ഈവൻ കോഴ്സ് കിട്ടുന്നതിനും ഒത്തിരി സ്റ്റുഡൻറ് വിസ തന്നെ റിജക്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ അതിന് ഇതൊരു വളരെ ഉപകാരമായിരിക്കും. പിന്നെ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇവിടെ എക്സ്പെൻസ് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന് അത് താങ്ങാൻ പറ്റുന്ന തരത്തിൽ മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അക്കൗണ്ടിൽ കാണിക്കേണ്ട ഫണ്ടൊക്കെ വളരെയധികം ഇവർ കൂട്ടിയിട്ടുണ്ട്. അപ്പം ഇത്രയുമാണ് പ്രധാനമായിട്ടും ഈ അപ്ഡേറ്റിലൂടെ നമ്മുടെ മിനിസ്റ്റർ നമ്മളിലേക്ക് പറയാനുള്ള കാര്യങ്ങൾ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരുന്നു. ഇത്ര പെട്ടെന്ന് ഈ വർക്ക് പെർമിറ്റിനൊക്കെ IELTS ഒക്കെ എഴുതണം എന്നുള്ള കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാക്കിയുള്ള കാനഡയിലുള്ള ജീവിതം ലാംഗ്വേജ് എന്നുള്ളൊരു ബാരിയർ ഉണ്ടാവരുത് എന്നുള്ള കാരണത്താലാണ് ഇവരിങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത്രയുമൊക്കെയാണ്, നമ്മളൊന്നും ശരിക്കും പറഞ്ഞാൽ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ്. ഇനിയും ശരിക്കും പറഞ്ഞാൽ കാനഡ ഒരു സ്വപ്ന രാജ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇവർ എല്ലാ തരത്തിലുള്ള ഒരു ടെമ്പററി ഫോറിൻ വർക്കേഴ്സിൻ്റെ ഇൻടേക്ക് തന്നെ വളരെയധികം കുറച്ചിരിക്കുകയാണ്. സ്റ്റുഡൻസിൻ്റെ ഒരു വളരെയധികം ഒഴുക്കുണ്ടായിരുന്നു. 2020 ഞങ്ങളൊക്കെ വന്ന സമയത്ത് ഇഷ്ടം പോലെയായിരുന്നു നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ സ്റ്റുഡൻസ് വന്നിരുന്നത്. ഇപ്പം നിലവിൽ വന്നവർക്കും ഇനി കാനഡയിലേക്ക് വരാനായിട്ട് എലിജിബിൾ ആയിട്ട് നിൽക്കുന്നത്, അതായത് സ്റ്റഡി പെർമിറ്റ് ഒക്കെ കിട്ടി അല്ലെങ്കിൽ കോളേജിൻ്റെ എല്ലാം ഓക്കെ ആയി നിൽക്കുന്നവർക്കും വളരെ കുഴപ്പമില്ലാത്ത രീതിയാണ്. പക്ഷേ ഇനി കാനഡ എന്നുള്ള രാജ്യത്തിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഓരോ സ്റ്റെപ്പും നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക. എപ്പോഴാണ് പുതിയൊരു അപ്ഡേറ്റ് വരിക എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ എല്ലാവരും IRCCയുടെ അപ്ഡേറ്റ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. നമ്മൾ വീഡിയോ കുറച്ച് ലേറ്റ് ആയിപ്പോയി, പക്ഷേ എങ്കിലും ഇനിയുള്ള വീഡിയോസ് നമ്മൾ കറക്റ്റായിട്ട് ഇടുന്നതാണ്. ഇനി നമ്മൾ 1-2 ദിവസം കൂടുമ്പോൾ സ്ഥിരം വീഡിയോ ഇടാനൊരു പ്ലാൻ ഉണ്ട്. അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നമ്മുടെ ചാനൽ പൂർണ്ണ തേജസ്സോട് കൂടി കൊണ്ടുവരാനാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും പറഞ്ഞതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. മെസ്സേജിലൂടെയോ നമ്മുടെ കമൻറ്റ് സെക്ഷനിലൂടെയോ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്, അതിലൂടെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. പിന്നെ ഈ മെയിൽ ത്രൂവും നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം ഇത്രയുമൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അച്യുതൻകുട്ടൻ ഉറക്കമാണ്, അതുകൊണ്ട് അച്യുതൻകുട്ടനെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഏട്ടൻ വന്നിട്ടുമില്ല, അതുകൊണ്ട് ഏട്ടനെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് ഈ വീഡിയോ ഒന്ന് തീർക്കുക എന്നതായിരുന്നു എൻ്റെ ഉദ്ദേശം. കാരണം ഈ വീഡിയോ നമ്മൾ എടുക്കാതിരുന്നിട്ട് എനിക്ക് മനസ്സിലൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. വേഗം അപ്ഡേറ്റ്സ് നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളത് ഓർത്തിട്ട്. അപ്പം ഇനി വേഗം തന്നെ മറ്റൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ.